നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയ മാനം നൽകിയ ആഷിക് കപൂറും റിമ കല്ലെങ്കിലും എങ്ങനെയാണ് തങ്ങളുടെ ഭാവി പരിപാടികളെ കാണുന്നത്? കാണുക JB ജംഗ്ഷൻ. ആഷിക്കിൻ്റെ ഒരു ശബ്ദത്തെക്കുറിച്ചും മുഖത്തെക്കുറിച്ചും പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു സിനിമ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ആ മുഖങ്ങളും ശബ്ദങ്ങളും അവിടെ വരും അല്ലേ? മിക്കപ്പോഴും അങ്ങനെ വരാറുണ്ട്. ശബ്ദത്തിന് പ്രാധാന്യമുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. മുഖത്തേക്കാളല്ല, അത് റിലേറ്റീവാണ്. അത് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഡിപ്പെൻഡിങ് ഓൺ ദി സ്ക്രിപ്റ്റ്. അതെ, ചിലപ്പോൾ വേണം ശബ്ദത്തിനായിരിക്കും കുറച്ചുകൂടെ ഉണ്ടാവും. ചിലപ്പോൾ മുഖത്തിനായിരിക്കും. അത് സിനിമ അനുസരിച്ചിരിക്കും. പക്ഷെ ഇപ്പോഴും നടികൾക്ക് അവരുടെ ശബ്ദമൊന്നും വേണ്ടതില്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ ആൾക്കാർക്കുണ്ട്. ഇല്ല, ഇപ്പോൾ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പറ്റാവുന്നത്ര ഡബ് ചെയ്യുന്ന, വാശി പിടിക്കുന്ന ഇവരൊക്കെ അവരും അസേർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ശരിക്കും വോയിസും കൂടെ വേണം എന്നാണ്. പിന്നെ ഇപ്പൊ ഞാൻ ശ്യാം സാറ് എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ബിക്കോസ് നോക്കട്ടെ, ഞാനായിട്ടത് കാണിക്കാതിരിക്കണ്ടേ? നിനക്കെന്നോട് വെറുപ്പല്ലേ? ഐ തോട്ട് നീ എന്നോട് ക്ഷമിച്ചു എന്ന്, നിന്റെ നല്ല മനസ്സായതുകൊണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നണു നിനക്കെന്നോട് കറക്റ്റാണോ? വോയിസോ? ഈ ശബ്ദവിന്യാസം തന്നെയാണോ കഥാപാത്രത്തിന്? എനിക്ക് എന്തോ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. എന്റെ ശബ്ദം തന്നെയാണ് ആണ്. ഒരു പക്ഷേ റിമയ്ക്ക് പകരം വേറൊരാളാണെങ്കിൽ അതൊരിക്കലും ചേരില്ല. അതെ അതെ അതെ, സത്യം. അല്ല, ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സിംഗ് സൗണ്ടിൻ്റെ ഒക്കെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഡബ്ബിംഗ് എന്ന് പറയുന്ന, ഒരു ഫോളി റെക്കോർഡിംഗ് എന്ന് പറയുന്നത് മാറും. പിന്നെ ശ്യാം പറഞ്ഞപ്പോൾ റിമയ്ക്ക് തോന്നിയോ അത് എൻ്റെ ശബ്ദത്തിൻ്റെ മതിയോ വേറൊരാൾ കൊടുത്താൽ പോരെ? അല്ലല്ല, എനിക്ക് ചെയ്യണമെന്നുണ്ടായി ആഗ്രഹം ഉണ്ടായിരുന്നു, ഡബ് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ ശ്യാം സാറ്, ബിക്കോസ് അതുവരെ ഞാൻ കേട്ടിട്ടുള്ളത് ആക്ട്രസസിന് വേറെ ആരെങ്കിലുമൊക്കെ ഡബ് ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് സിനിമയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിൽ വരുമ്പോൾ. അപ്പോൾ ഭയങ്കര കിളിനാദം, നല്ല ഭംഗിയുള്ള ശബ്ദം. എൻ്റെ ശബ്ദം കിളിനാദമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നത്. പക്ഷേ ശ്യാം സാർ ഭയങ്കര അസേർട്ട് ചെയ്ത് പറഞ്ഞു ദാറ്റ് ഐ വാണ്ട് യുവർ വോയിസ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശ്യാം സാർ കാരണമാണ് ഞാൻ സിനിമയെ ഇത്രയും സ്നേഹിക്കാനും ഇത്രയും ഗൗരവമായി കാണാനും ഉള്ള ഒരു വലിയ റീസൺ ശ്യാം പ്രസാദ് സാറാണ്. ശ്യാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് ശേഷം റിമ ആഷിക്കിനെ പോലെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു നടിയായിട്ട് മാറി. ആഷിക്ക് എവിടെയല്ലേ നോട്ട് ചെയ്തത് അല്ലേ? ഒരുപാട് അവസരങ്ങൾ. പക്ഷേ ഈ അഭിമുഖത്തിൽ റിമയുടെ ഒരു ഈ പറഞ്ഞ അഭിനയ സബരിയിലേക്കൊന്ന് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ ആഷിക്കയിലേക്ക് വന്നത്. വേണമെങ്കിൽ ഏതെല്ലാം സിനിമകളായിരുന്നു? നീലത്താമര, കേരള കഫേ, ഹാപ്പി ഹസ്ബൻഡ്സ്, സിറ്റി ഓഫ് ഗോഡ്. ഇതിൽ ചിലതൊക്കെ ഒരു സ്റ്റീരിയോടൈപ്പ് പോലെ അങ്ങോട്ട് മാറിപ്പോയോ? എനിക്ക് ഇപ്പോൾ ഹാപ്പി ഏത് റോൾസ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഐ തിങ്ക് ഒരു കമ്മത്തിലൊക്കെയാണ് എനിക്ക് ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഹാപ്പി ഹസ്ബൻഡ്സിൽ പോലും, ഇവൻ ദോ ഇറ്റ് വാസ് എ കമേഴ്ഷ്യൽ പോട്ട് ബോയിലർ, എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഒരു വില്ലത്തി ക്യാരക്ടർ ചെയ്തു എന്നുള്ളത്. ഒരു വില്ലത്തിയായിരുന്നു, ഒരു ആന്റി ഹീറോയിൻ ഒരു ക്യാരക്ടർ. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ സമയത്ത്. അതെ, വലിയ റോളും ആയിരുന്നു. പിന്നെ ഇപ്പൊ ഋതു പോലും ഒരു കൺവെൻഷണൽ ഹീറോയിൻ ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ചാലഞ്ചായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ് ഫോർ മീ. ഇന്നും എനിക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാനും ഒരു കംപ്ലീറ്റ് ആക്ഷൻ മൂവി ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് കോമഡി, അല്ലെങ്കിൽ എനിക്ക് ഈ സ്ത്രീ ശാക്തീകരണ റോൾസ് മതിയായി. ഒരു 22 ഒക്കെ ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 25 സ്ക്രിപ്റ്റ് ഞാൻ അതേ ലൈൻസിൽ കേട്ടിട്ടുണ്ട്. ആസ് ഇൻ ഇറ്റ് ഈസ് അതൊരു ഹ്യൂജ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ കം ഓൺ മാൻ, ഐ വോണ്ട് മൂവ് ഓൺ. ആഷിക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ്. നോട്ട് ചെയ്ത് കഴിഞ്ഞു. എത്ര കാലമായി നോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? നോട്ട് പുസ്തകത്തിന് നടന്നിരിക്കുന്നു. സിറ്റി ഓഫ് ഗോഡ് മറ്റൊരു സിനിമ, എനിക്ക് അതിലും നല്ല റോൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇതുപോലെ തന്നെ ഒരു ഉഗ്രൻ സെറ്റായിരുന്നു അത്. ഒരുപാട് യങ്സ്റ്റേഴ്സ്, ലിജോ ആണെങ്കിലും, ലിജോ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ. അതിലൊരാൾ
എനിക്ക് ഒരുപാട് വിശ്വാസമുള്ള ഒരു ഡയറക്ടറായിരുന്നു ലിജോ. ആൻഡ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിറ്റി ഓഫ് ഗോഡിൽ. യെസ് യെസ്. തൽക്കാലത്ത് വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. അവസാനം കൂടെ കിടന്ന് മടുത്തപ്പോ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ഒരു നാടകം കളിച്ചു. അത് ഞാൻ ക്ഷമിച്ചു. മതി. ഇനി അങ്ങനെ ഒന്നുണ്ടായ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഒരുപാട് പേര് ശ്രദ്ധിച്ചൊരു സിനിമയാണ്. പക്ഷെ ആഷിക്ക് സിനിമ കണ്ടില്ല. ഞാൻ കണ്ടു. കണ്ടോ? ഞാനിത് DVD കണ്ടു. DVD കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ലിജുവിനെ വിളിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഇത് മിസ്സായത്, സിനിമ മിസ്സായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. എന്താ വെച്ചാൽ ഇത് അത്ര എന്താ പറയുന്ന ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ. പക്ഷെ എനിക്ക് പോസ്റ്റേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക്. ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. പ്രൊമോഷന്റെ ഒരു അഭാവത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേണ്ടത്ര ശ്രദ്ധ അല്ല, അത് തിയേറ്ററിൽ കിട്ടില്ല. പക്ഷെ DVD റിലീസിനൊക്കെ ശേഷം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ആ സിനിമ കാണുകയും അപ്രീഷിയേറ്റ്. അതിനെ ടാപ്പ് ചെയ്യേണ്ട സമയത്ത് ടാപ്പ് ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ ആളുകൾ ആമേൻ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് അവര് വരട്ടെ. ഇത്ര കാലമായിട്ട് റിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതായത് ബോൾഡായിട്ട്, വളരെ മോഡേണായിട്ട്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പോൾ ആഷിഖ് ആസ് എ ഡയറക്ടർ, ഇനി റിമ ആസ് എ ആക്ട്രസ് എന്താണ് റിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. അത് ആഷിഖിൻ്റെ ഡയറക്ഷനിലാവണമെന്നില്ല, വേറെ ആരെങ്കിലും ഡയറക്ഷനിലാവാം. അതുപോലെ തന്നെ റിമയോട് ചോദിക്കാനുള്ളത്, ആഷിഖ് ആസ് എ ഡയറക്ടർ കരിയറിൻ്റെ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ എന്ത് തരത്തിലുള്ളൊരു ഫിലിമാണ് ആഷിഖ് ആസ് എ ഡയറക്ടർ ചെയ്യണമെന്ന് റിമ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവാനുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അത് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് എനിക്കിത് കേൾക്കാനും കാണാനും ആഗ്രഹമുണ്ട്. കേൾക്കാനും കാണാനും പറയുമ്പോൾ അടി ഉണ്ടായിക്കോട്ടെ. ആരാദ്യം പറയും? ഇവിടെയൊക്കെ വരുമ്പോൾ ലേഡീസ് ഫസ്റ്റ്. ഐ തിങ്ക് ആഷിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പടം ഇപ്പൊ ആഷിക് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഈ പറഞ്ഞ തീരുമാനങ്ങൾ പറയേണ്ട ഒരു ഘട്ടമുണ്ട്. ചിലപ്പോ ഇത് എവിടെ എത്തിയില്ല എന്ന് വരാം. അങ്ങനെ പല ഐഡിയാസ്. മാത്രമല്ല ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള കുറച്ച് സീക്രട്സ് വേണം കീപ്പ് ചെയ്യേണ്ടി വരും. അല്ല, അതിന്റെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രാത്രി ഇരുന്ന് പറയാ ഒരുപാട്. അപ്പോൾ ഏതായിരിക്കും ഇപ്പോൾ ഇതിന്റെ ഒരു ക്ലൈമാക്സോ കാര്യങ്ങളോ ഒക്കെ കിട്ടി അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പറയാം. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആഷിക്കിന് താല്പര്യമുള്ള, ആഷിക്ക് വളരെ എക്സൈറ്റഡ് ആവുന്ന ചെറിയ ചെറിയ പടങ്ങളുണ്ട്, വിച്ച് ഹാസ് എ സോൾ. ഒരിക്കലും ഓഡിയൻസ് മറക്കില്ല അങ്ങനത്തെ സിനിമകൾ. ആർക്കെങ്കിലും മനസ്സിൽ തട്ടി, ഇപ്പോൾ ഡാത്തടിയെ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് വെയിറ്റ് പ്രോബ്ലംസ് ഉള്ള ഒരുപാട് പേര് വിളിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കിയല്ലോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. 22FK കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു സോളുള്ള പടം എപ്പോഴും മലയാള സിനിമയിൽ ചർച്ച ചെയ്യപ്പെടും, എക്കാലവും ചർച്ച ചെയ്യപ്പെടുന്ന തരം സിനിമകൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ പ്രസക്തം. അതായത് ഗാങ്സ്റ്ററിൻ്റെ വഴിയിൽ പോകേണ്ടതില്ല, കുറച്ചും കൂടി ഞാൻ റീമ പറഞ്ഞതിനെ കുറച്ചുകൂടി വേറൊരു ഭാഷയിലൊക്കെ ആക്കിക്കട്ടെ. അതായത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും മനസ്സിൽ താലോലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, അത് വേണ്ട ചെറിയൊരു ന്യൂക്ലിയസ് ആയിരിക്കും, വലിയൊരു മിനിസ്ക്യൂൾ വിഭാഗമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും അതിനൊരു പ്രസക്തി ഉണ്ട്. അതല്ലേ? അതെ, ഒന്ന് ടച്ച് ചെയ്യണം. ആഷിക്ക് എന്നും നിലകൊള്ളുന്നത് അങ്ങനത്തെ സോളുള്ള സിനിമകൾക്ക് വേണ്ടിയാണ്. എനിക്കത് വ്യക്തമായിട്ട് അറിയാം. സോ ആത്മാവില്ലാത്ത സിനിമകളിലെ പുറകെ ആഷിക്ക് പായരുത്. ഒരിക്കലും പായാനെ പാടില്ലെന്നുള്ളതാണ് റിമയുടെ. അത് ഇവള് വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ തിരിച്ച് അങ്ങോട്ട് പറയേണ്ട കാര്യം അല്ല, എനിക്ക് റിമ ചെയ്യേണ്ട ക്യാരക്ടറായിട്ട് നല്ല ഹ്യൂമർ, ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള, ഭയങ്കര ലൈറ്റർ ഹ്യൂമറല്ലോ, ഒട്ടും സ്ലാപ്സ്റ്റിക് ലെവലിലോട്ട് പോകാത്ത നല്ല ഡയലോഗ് ഹ്യൂമറൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര സട്ടിലായിട്ടുള്ള, ഒട്ടും ലൗഡ് അല്ലാത്ത. നല്ല ഹ്യൂമർ ഉണ്ടോ? ചില സമയത്ത് തൃശ്ശൂർക്കാരുടെ ഒരു
ഒരു സ്വാഭാവികമായിട്ടുള്ള നർമ്മം കിട്ടിയിട്ടുണ്ട്. ഉണ്ട് ചില സമയത്ത്, മിക്കപ്പോഴും സമയത്തൊന്ന് പറഞ്ഞാൽ പിന്നെ അത് ചില സമയത്ത് എല്ലാ സമയത്തും ഹ്യൂമർ പറ്റില്ല. പക്ഷെ ചില സമയത്ത് നന്നായിട്ട്. ഈ തൃശ്ശൂരുകാർ ഒരു സവിശേഷമായ ഒരു വിഭാഗക്കാരാണ്, അതെ അല്ലേ? എൻ്റെ ഭാര്യയും തൃശ്ശൂരിൽ നിന്നാണ്, അത് പയ്യെ പറയാതെ. അപ്പോൾ ഈ ഹ്യൂമർ എന്നുള്ള സാധനം അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണ്. ഉള്ളതാണ്. അപ്പനും മകനും തമ്മിൽ ഹ്യൂമറിൽ സംസാരിക്കും. അതെ, ഗംഭീരമായിട്ട് നല്ല രസമുള്ള ഹ്യൂമർ ഉണ്ടാവും. പിന്നെ സ്വതവേ കുറച്ച് ലൗഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര എന്താ പറയുന്നത് ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ഇത് ഭാര്യയ്ക്ക് മാത്രമല്ല, ഭാര്യയുടെ നാടിനും കോംപ്ലിമെന്റ്. എനിക്ക് തൃശ്ശൂർക്കാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോഴും ഉണ്ട്. അവർ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോണം എന്ന് വിചാരിക്കും. ആണോ? അവർക്ക് പറ്റുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ അവർ വിളിച്ചങ്ങ് പറയും. അതാണ് തൃശ്ശൂർക്കാരുടെ, അതാണ് തുറന്ന് സംസാരിക്കും, ഒന്നും മറച്ചു വെക്കില്ല. ഇല്ല. ഇന്ത്യൻ ഉറുപ്പി ഒരുപാട് സിനിമകൾ റിമയ്ക്ക് കിട്ടി. ഓഗസ്റ്റ് ക്ലബ്ബ്, നിദ്ര, അങ്ങനെ പോകുന്നു. നിദ്രയിലൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ഒരു അഭിനയം റിമ കാഴ്ചവെച്ചു. ഇടയ്ക്ക് തമിഴിലേക്ക് മാറിയ ഒരൊറ്റ മൂവി കംഫർട്ടബിൾ അല്ലായിരുന്നു ഞാൻ. ഐ മീൻ അവിടെയും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നു എനിക്ക്. ഐ മീൻ ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന തരം സിനിമകളല്ല എൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. തമിഴ് വലിയൊരു വ്യവസായമല്ലേ റിമ? സാധാരണഗതിയിൽ ഇവിടെ ഒരു ആക്ടറോ ആക്ട്രസോ അവിടെ ഒന്ന് ചുവടുറപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആക്ച്വലി പ്രോത്സാഹിപ്പിക്കും. ഇവരെപ്പോലുള്ള ആൾക്കാർക്കൊന്നും അവിടെ അതൊന്നും മോഹിപ്പിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഇതാണ് ഈ ചില ആൾക്കാരുടെ കുഴപ്പമാണ്. അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവരെ മോഹിപ്പിക്കുന്ന വേറെ പലതുമായിരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ വലിയ ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ വലിയ പ്രതിഫലം കിട്ടും എന്നുള്ള ഭൗതിക സാഹചര്യമുണ്ട്. അതൊന്നും ചിലപ്പോൾ നമുക്കത് ഇപ്പൊ ചില സമയത്ത് വിളിച്ചിട്ട് വലിയൊരു ഹീറോന്റെ പടമാണ്. ദാറ്റ് ഈസ് ദ ഓൺലി ബ്രീഫ്. ദാറ്റ് ഈസ് ദ ഓൺലി ബ്രീഫ് ദേ ഗിവ് യു. കഥ എന്താണെന്നുള്ളതോ ബാക്കി ഒന്നും ഇവർ ദിസ് ഇസ് ദ ഹീറോ, ഡു യു വാണ്ട് ടു ബി ദ ഹീറോയിൻ, ഡേറ്റ്സ് ഉണ്ടോ? അല്ല, അത് എല്ലാവരോടും അത് തന്നെ ആയിരിക്കും കേട്ടോ പറയുന്നത്. അല്ല, അതെ, എല്ലാവരോടും അല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് ഭയങ്കര ഒരു ഇൻസൾട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അവിടെ കറൻസിയിലാണ് ആൾക്കാർ കഥ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ അതിനെ കാണുന്നതാണ്. അത് പറ്റാത്തതിന്റെ ഒരു കുഴപ്പം എനിക്ക്. പക്ഷെ ഒരു ഇൻഡസ്ട്രിയാണ്, വലിയൊരു ഇൻഡസ്ട്രിയാണ്. ബോളിവുഡിനടുത്ത് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നത്. ഒരു വിഷ്വലിലേക്ക് പോകും. നേരം വൈകിട്ടു പോയിട്ട് വാടാ, എല്ലാം റെഡിയാ. ശരി, ഞാനൊരു ചോദ്യത്തിലേക്ക് വരാം. കണ്ടല്ലോ ക്ലിപ്പിംഗ്. ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവമുണ്ട്. അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? ഞാനൊന്നും പറയുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര നല്ല കണക്ഷനാണ്. അത് സത്യമാണ്. എൻ്റെ തൊട്ട് താഴെയുള്ള പെങ്ങളാണ്. ഇവളുടെ അനിയത്തിയാണ്. ആഷിഖിന്റെ അനിയത്തിയാണ്. 2 അനിയത്തിമാരിൽ തൊട്ട് താഴെയുള്ള. ഇവളുടെ കല്യാണത്തിൻ്റെ ആൽബം ഇതുവരെ ഇല്ല. അവളുടെ മകൾക്ക് 12 വയസ്സെന്തോ ആയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റാണ് ശരിക്കും ഈ സദു എന്നുള്ള ക്യാരക്ടറും അങ്ങനെയായിട്ട് ഒരു ഫോട്ടോഗ്രാഫറുടെ ലൈഫിൽ കൊണ്ടുവന്നത്. അത് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ അധികം ഫീൽ ചെയ്തെന്നാണ്. കുറച്ച് നാളായിട്ട് മറന്നിരിക്കുന്നു. ഇനി ഇവളിത് എന്തായാലും ഒരു 5-10 വർഷത്തേക്ക് ഇത് മിനിമം എവിടെ മിനിമം പറയും. പ്രത്യേകിച്ച് കഥ പറയുക എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അത് മറക്കില്ല. അത് എന്താ പറയാ, ലൈഫിൽ നിന്നാണല്ലോ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ആഷിക്ക് ഈ പെങ്ങന്മാരുടെ പരാതിക്ക് ഒരിക്കലും വിരാമം ഉണ്ടാവില്ല. ഒരിക്കലും ഇല്ല. പക്ഷെ എൻ്റെ പെങ്ങന്മാരെ എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് പരാതികളുള്ള ആൾക്കാരാണ്. ഇതൊക്കെ വളരെ ജെനുവിൻ പരാതിയാണ്. പരാതിയല്ല, ഇത് ഭയങ്കര ക്രൈമാണ്. ആൽബം എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഫോട്ടോഗ്രാഫർ. അവനിപ്പോഴും ഉണ്ട്.
അവനെ വിളിച്ചോണ്ട് ഇവിടെ ഇരുത്തണം. എന്നിട്ട് അളിയന്റെ വീട്ടിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ഫോട്ടോ ഒക്കെ മേടിച്ചിട്ടാണ് ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ വിദ്വാൻ എടുത്തില്ലേ എന്ന സ്ഥിതി? എന്താ സംഭവിച്ചെന്നുള്ളത് അതോ എടുത്ത് ഫിലിമില്ലാതെ എടുത്തായിരിക്കും. എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. ഫ്ലാഷ് മാത്രം അടിച്ച് കാണുള്ളൂ. എന്താ വെച്ചാൽ ഇത് ഡിജിറ്റൽ ആയിരുന്നില്ല. ഫ്ലാഷ് അടിക്കലാണല്ലോ. അതെ അതെ, ഫ്ലാഷ് അടിച്ച് സംഭവം ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് കോളേജിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇവനെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ അവനെന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. അവനിപ്പോ ഇപ്പോഴും ഫോട്ടോഗ്രാഫർ ആണോ? ഇവനിപ്പോഴും ഫോട്ടോഗ്രാഫർ. അവനിപ്പോഴും ഫോട്ടോഗ്രാഫർ ആയിരിക്കാനുള്ള ധൈര്യമുണ്ട്. അതെ അതെ, അത് പെങ്ങളെ അങ്ങോട്ട് അഴിച്ചുവിട്. ഇവര് 2 വട്ടം അവന്റെ സ്റ്റുഡിയോയിലൊക്കെ പോയി അവനെ ഒളിച്ചൊക്കെ നടക്കുകയാണ്. ഭയങ്കര വലിയ കഥയാണ് ഇത്. സദാനന്ദന്റെയും രവീന്ദ്രന്റെ കഥ പോലെ അല്ല അത്. അതിലും ഭയങ്കര വയലന്റ് ആണ്. മെലോഡ്രാമയുണ്ട്, ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ഓടിച്ചിട്ട് പിടിക്കൽ തുടങ്ങിയിട്ടുള്ള. പക്ഷേ എ സർട്ടിഫിക്കറ്റ് ഇതിന് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇടുക്കി ഗോൾഡ്, അതിനെക്കുറിച്ച് ആരോ ഒന്ന് പറയാൻ നിൽക്കുന്നുണ്ട്. ചെറുതോണിയിൽ ഇടുക്കി ഗോൾഡിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴത്തേക്കും ഷൂട്ട് തീരാൻ വരുന്നത് 2 ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സംഭവം നടന്നപ്പോഴത്തേക്ക് ആഷികേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് 2 ദിവസം ഷൂട്ടാണെങ്കിൽ ശരി, നമുക്കത് നിർത്തി വെച്ചേക്കാം, പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാം. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ ഇടുക്കി ഗോൾഡിൻ്റെ ഷൂട്ട് ഞങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. എനിക്ക് ആഷികേട്ടനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ പല വർക്കുകളിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്ന നിലയിൽ തൻ്റെ ചിത്രങ്ങൾ കൃത്യസമയത്ത് വൃത്തിയായി ഷൂട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടത്. സംവിധായകനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ എന്നുള്ളൊരു അവസ്ഥ ആഷിഖിനെ പല ഘട്ടങ്ങളും നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ഒന്ന് സഹായിച്ചു കൊടുക്കാം. അല്ല, ഉണ്ട്. ഈ ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്തും എന്താ വെച്ചാൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ചെറിയ വേഷങ്ങൾ ചെയ്യാൻ വന്ന 1-2 കുട്ടികളൊക്കെ മരിക്കുകയും ആ മൊത്തത്തിൽ അവിടുത്തെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ മാറി ഭയങ്കര അർത്ഥമില്ല. ഇല്ല. മാനസികമായിട്ട് അത് വലിയ സുഖമുള്ളൊരു കാര്യമായിട്ട് തോന്നില്ല. കാരണം ചുറ്റും അത് കുറേ പേര് ഒരു മരണ വാർത്തയൊക്കെയാണ് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുന്ന സ്ഥലത്തുമൊക്കെ ഈ റോഡിൽ ഈ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. അത് പറ്റാവുന്നത്ര വേഗം അവിടെ നിന്ന് നമ്മൾ മാറിക്കൊടുക്കുകയും പറ്റാവുന്ന എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യുകയാണ്. അതെ, നമ്മൾ അവിടെ ചെയ്യുന്ന ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യം. സിനിമയിൽ ഇങ്ങനെയുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ചലനങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുക. എങ്ങനെയെങ്കിലും പ്രൊഡക്ഷൻ ഒന്ന് തീർത്ത് രക്ഷപ്പെട്ടാൽ മതി. അല്ല, അതങ്ങനെ എനിക്ക് സിനിമേനെയും കാണാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളെയും കാണാൻ പറ്റില്ല. ആർക്കും സമാധാനം ഇല്ലാതെ ഒരു വെറുതെ കുറേ ക്യാമറ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്തിട്ട് കാര്യം അതൊരിക്കലും സിനിമയാവില്ല. അങ്ങനെയാണ് നമ്മൾ നിർത്തി. ഒരു മൂഡ് ആംബിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ ഒരു ദുരന്തം നടന്ന് ആ ഒരു അവസരത്തിൽ നമുക്ക് അത് ഒരിക്കലും ഒരു ഭാഗം മാത്രമാണല്ലോ സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ. അതെ, ഇടുക്കി ഗോൾഡ് ചില വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തി അല്ലേ ആഷിക്ക്? ഉറപ്പായിട്ടും. നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ആഷിഖ് അബു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ല, ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ച സിനിമ അല്ല. അത് തെറ്റിദ്ധാരണയാണ്. കാരണം ആ സിനിമ അവസാനിക്കുന്നത് അതല്ല കാര്യം എന്ന നോട്ടിൽ തന്നെയാണ്. പക്ഷേ അത് ഡിസ്കസ് ചെയ്തു, അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സന്തോഷിക്കാൻ എഴുതിയ ഇടുക്കി ഗോൾഡിൽ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയ്ക്കുള്ളൊരു പ്ലോട്ട് ഉണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞ ആൾ വിജയരാഘവനാണ്, കുട്ടേട്ടനാണ്. ആ ഒരു ഐഡിയയിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നി. ഇപ്പോൾ സന്തോഷിക്കാനത്തിൻ്റെ കഥയിലെ ആ പത്രവാർത്ത മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുകയും പിന്നീട് ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു ഭൂതകാലത്തിലോട്ട് സ്ക്രിപ്റ്റിനെ കൊണ്ടുവരും. റിമയ്ക്ക് എങ്ങനെയാണ് ആ സിനിമയോട് വലിയൊരു രസതന്ത്രം ഉണ്ടാകാൻ കാരണം? ആഷിക്കിന് വേറെ ഒരുപാട് സിനിമകളുണ്ട്, അതൊക്കെ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ആൻസർ. ഇപ്പം സെൻസർ ബോർഡ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, സെൻസറിങ് കഴിഞ്ഞിട്ട് ഇടുക്കി ഗോൾഡിൻ്റെ സെൻസറിങ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നമ്മൾ മയക്കുമരുന്ന് ഇത് തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇത് വളരെ രസമായിട്ട് ഇത് പറഞ്ഞ് സട്ടിലായി ഇത് നമ്മളിത് നല്ല രസത്തിൽ ഇത് പറഞ്ഞു വന്ന അവസാനം ഇതിലൊന്നും അല്ല കാര്യം എന്ന് പറയുമ്പോൾ മനുഷ്യരിലാണ് കാര്യം എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ഒരു സ്പാർക്ക് ഉണ്ട് അവിടെ. അത് നമുക്ക് സിനിമയിലൂടെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു സിനിമയാകാൻ പറ്റില്ല. ഒരുപാട് സിനിമകളിൽ ഇതെല്ലാം സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊലപാതകം ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ഡിസ്കസ് ചെയ്യുന്നു, സമൂഹത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ആർക്കാണ് പേടിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
കാരണം ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇതിനകത്തൊരു അത്തരം ഒരു സംഗതി തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആഷിക്കിന് വേറെ ചില ഭാഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്ലീസ് പോലെ കോലത്തിലും വരും എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊരു കോലം ഞാൻ കാണിച്ചുതരാം. എൻ്റെ പൊന്നു മാമ, എൻ്റെ പേരിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു കേസ് പോലും ഇല്ല. ആ ലഹളക്ക് എന്നെ ഒരു കാര്യമില്ലാണ്ടാണ് ഉമ്മാർ പിടിച്ചകത്തിട്ടത്. സലീമിക്കാണ് ആ സമ്മേളനത്തിന് കസേരയിട്ട് എന്നെ അതിനകത്ത് കയറ്റിയിരുത്തിയത്. പത്രക്കാർ ഫോട്ടോ എടുത്ത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ പണ്ടാറടങ്ങാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച കിറുക്കന്മാർ സമ്മതിക്കില്ല. ഇനി എനിക്ക് പാസ്പോർട്ട് ഉമ്മാർ തന്നില്ലെങ്കിൽ ഉമ്മാരെ തല അടിച്ച് പൊളിക്കും. നോക്കിയോ ആഷിക്കത് എന്തോ അറിയാത്തൊരു ഭാവത്തിൽ ആഷിക്ക നോക്കിക്കൊണ്ടിരുന്നത്. അല്ല, അത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എൻ്റെ കൂടെ അഭിനയിച്ച 2 ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്. ഒന്ന് ബാലേട്ടനും ഒന്ന് കുളൂർ മാഷും. അപ്പോൾ അത് എങ്ങനെ സാധിച്ചു, എനിക്കതെങ്ങനെ പറ്റിയെന്നുള്ളതാണ്. 2 പുലികളുടെ നടുവിലാണ് ഞാൻ. പുലികളുടെ നടുവിൽ ഒരു സിംഹം അല്ലേ? അല്ല എനിക്ക് എന്താ പറയുക, രാജീവേട്ടൻ ഇതിങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് പുള്ളിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ കൊണ്ടത് പറ്റും എന്നുള്ളത്. ആഷിക്ക് തടി കുറഞ്ഞല്ലേ പിന്നീട്? തടി കുറച്ചു അല്ലേ? ആ സിനിമയിൽ നല്ല തടി തോന്നുന്നുണ്ട്. പക്ഷേ ഈ അവർ പുലിയും മറ്റേ കടുവയൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളോട് ഏറ്റവും കൂടുതൽ ചെങ്ങാത്തുള്ള ആൾ വേറെ റിമയാണ്. പുലികളോട് എസ്കേപ്പ് ഫ്രം ഉഗാണ്ട, ഇതാണ് ആ സിനിമയിൽ ഒരുപാട് വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്താണ്. ആ കൈകാര്യം ചെയ്ത ആ ഒരു പരിചയത്തിലാണ് ഇപ്പോൾ ആഷിക്കിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, വരട്ടെ. ആഷിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ആഷിക്കിൻ്റെ അഭിനയ പാഠവും. അന്നയും റസൂലും കണ്ടപ്പോൾ ആഷിഖ് ഹൈദർ എന്നുള്ളൊരു റോള് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതിൻ്റെ ആ കാഷ്വൽനെസ്, യാതൊരു തര ക്യാമറ കോൺഷ്യസ്നെസ് ഇല്ലാതെ എന്ത് സുന്ദരമായിട്ട് ഡയലോഗ് ഡെലിവറിയും. എൻ്റെ ചോദ്യം ഇതാണ്, ആഷിക്കിന് വേണമെങ്കിൽ നല്ലൊരു നടനായിട്ട് കൂടി ഈ വെള്ളിത്തിരയിൽ ശോഭിക്കാം. അതൊന്ന് പരിഗണിക്കുന്നുണ്ടോ? ആഷിക്കിൻ്റെ അധ്യാപകനാണ്. അതെ, രംഗരാജൻ സാറും RS കോളേജ് പ്രിൻസിപ്പളായിരുന്നു, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. സാർ അഭിനയിക്കുന്നുണ്ട്. ഞാനൊന്നും എനിക്ക് തോന്നുന്നത് ക്യാമ്പസ് നാടകങ്ങൾ ഞാനും അൻവറൊക്കെ ഒരുമിച്ച് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിന്നീട് ഇപ്പം മനസ്സിലാണ് സാറിന് 1-2 പരസ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ഇപ്പം അഭിനയം തുടങ്ങിയിട്ടുണ്ട്. മൂപ്പറപ്പടി ആരംഭിച്ചു. അതെ, പുള്ളി അതെ. അല്ല, നടൻ എന്നുള്ള ഒരു ഞാനും അൻവറും ഒക്കെ ആദ്യം പഠിച്ചത് തിയേറ്ററാണ്. അപ്പോൾ ആ സമയത്തുള്ള ഒരു എവിടെയോ ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അല്ല, പല സംവിധായകന്മാരും പല സിനിമാ മേക്കേഴ്സും അഭിനയ രംഗത്ത് നന്നായി ശോഭിക്കുന്നുണ്ട്. ലാലകേശ്, ഒരുപാട് പേരുണ്ട്. രഞ്ജി, നമ്മുടെ പല സുഹൃത്തുക്കൾ ഈ രംഗത്ത്. അപ്പം വേണമെങ്കിൽ ആഷിക്കിന് വേണമെങ്കിൽ ഒരു കാലം അവിടെയും വേണം വെക്കാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതാ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും തോന്നണം, അത് ചെയ്യുന്ന ആൾക്കാർക്കും തോന്നുന്ന കാര്യങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആഷിക്കിന് തോന്നിയില്ല കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്? എനിക്കത് ആ ക്യാരക്ടർ ഏകദേശം എന്നെ കൊണ്ട് വഴങ്ങുന്നതാണ്. എനിക്ക് ആ ക്യാരക്ടർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്ര ഒരു കോൺഫിഡൻസ് അക്കാര്യത്തിൽ ഇല്ല? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. റിമ, ആഷിക്ക് നല്ലൊരു നടനാണ്. ഹി ഈസ് എ ഗുഡ് ആക്ടർ. വീട്ടിലെ കാര്യമല്ലേ ഞാൻ പറഞ്ഞ? വീട്ടിൽ അഭിനയിക്കുന്നതാണല്ലോ അതിന്റെ. എന്തായാലും റിമയ്ക്ക് വലിയൊരു മതിപ്പാണ്. ആഷിക്കിനൊരു പക്ഷേ പിന്നെ വേണമെങ്കിൽ ആഷിക്ക് നായകന് റിമ നായികയായിട്ട് വേണ്ട സിനിമ വേണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ക്ലൂ എടുത്തോ വേണമെങ്കിൽ ആൾക്കാരെ. ഞങ്ങൾ പക്ഷേ ഈ സിനിമ ഒരുമിച്ചാണ് കാണാൻ പോയത്. ആൻഡ് ഐ റിമെമ്പർ, ഞാൻ കംപ്ലീറ്റ്ലി ക്യാരക്ടറിന്റെ കൂടെ, ഐ മീൻ, അയ്യോ ഇങ്ങേർക്കൊന്ന് പാസ്പോർട്ട് എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോ. ഐ മീൻ, അത്രത്തോളം ആ ക്യാരക്ടറിനെ ഫലവത്താക്കി. എനിക്ക് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ രാജീവേട്ടന്റെ സെറ്റും അങ്ങനെയായിരുന്നു. രാജീവ് രവിയും മധു നീലകണ്ഠനുമാണ്. എനിക്ക് 2 പേരും എൻ്റെ ചേട്ടന്മാരെ പോലെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ കൂടെ അഭിനയിക്കുന്നത് രഞ്ജിത്തേട്ടനാണ്, ബാലേട്ടനാണ്, കുളൂർ മാഷാണ്. അപ്പോൾ എനിക്ക് അവരുടെയൊക്കെ എനർജി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകും. വരട്ടെ. ആഷിക്കിന് സിനിമയോട് പ്രണയമുണ്ടെന്ന് എനിക്കറിയാം. ജീവിതത്തിലേക്ക് കടന്നു കണ്ടപ്പോൾ ജീവിതസഖിയെ കണ്ടെത്തിയതും സിനിമയിൽ നിന്ന് തന്നെ. അപ്പോൾ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, സിനിമയോടാണോ കൂടുതൽ പ്രണയം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന റീമയോടാണോ പ്രണയം? ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. എനിക്ക് എൻ്റെ ഭാര്യയോട് തന്നെയാണ്. ആണോ? പിന്നെ ആഷിക്ക് അങ്ങനെയല്ല, നേരത്തെ എന്നോട് പറഞ്ഞു.
എന്തായാലും അല്ല, സിനിമ മാത്രമല്ല, എനിക്ക് സിനിമ മാത്രമല്ല, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ വേറെ ഒരുപാട് മീഡിയംസ് സിനിമകൾ വന്നും പോയിരിക്കും. പിന്നെ അതെ, അല്ല ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുമ്പോഴേ, ഞാൻ ചില സിനിമയിലും അതിൻ്റെ തോൽവിയിലും അല്ലെങ്കിൽ ജയത്തിലൊക്കെ ഞാൻ ഭയങ്കരമായി ഇൻവോൾവ് ആവും, ഇമോഷണലി ഭയങ്കര ഇൻവോൾവ് ആവും ഞാൻ. അപ്പോൾ ഒക്കെ ആഷിഖാണ് എപ്പോഴും പറയാ സിനിമയാണ്, മീഡിയമാണ് എന്ന് പറയുന്നത്. ആക്ച്വലി അതിൽ സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും, പല വഴിത്തിലും ഉണ്ടാവും. വരട്ടെ. വീട്ടിൽ വരുമ്പോൾ ഞാൻ സംസാരത്തിനിടയിൽ ചോദിക്കാൻ, പിന്നെ പടം അടുത്തത് എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പൊന്നിക്ക് ഇഷ്ടാവില്ല ചോദിക്കുന്നത്. പക്ഷേ അത് എൻ്റെ റിലേറ്റീവ്സ് ആയാലും അച്ഛൻ്റെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ജനങ്ങളായാലും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അടുത്ത പടം ഏതാണ്, ചെയ്യുന്നില്ലേ, അത് സ്റ്റോപ്പ് ചെയ്തോ പടം ചെയ്യൽ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പൊന്നി തന്നെ അത് എല്ലാവരോടും തുറന്ന് പറയുക എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങൾ. ഇനിയിപ്പോ ഒരുപാട് പേര് പൊന്നിന്ന് വിളിച്ചോളാം. അത് ഒരിക്കൽ ഇതുപോലെ അച്ഛനമ്മയും ചോദിക്കും. ഒറ്റ സെക്കൻഡ്, ഒരാളും കൂടി ഇങ്ങനെ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണം ആഗ്രഹമുള്ളൂ. റിമ അന്ന് എന്നോട് പറഞ്ഞിരുന്നു, കല്യാണ ശേഷവും അഭിനയ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വരില്ല, തിങ്സ് കണ്ടിന്യൂ ആസ് യൂഷ്വൽ. ഐ ഹാഡ് ടോൾഡ് യു ദ സെയിം തിങ് ദറ്റ് യു ഹാവ് ലോട്ട് മോർ ടു ഡു ഇൻ ലൈഫ് ആസ് എൻ ആക്ട്രസ്. ആൻഡ് അത് അപ്പം എനിക്ക് ആഷിഖിനെ അറിയാവുന്നതുകൊണ്ടും യു ഹാഡ് ടോൾഡ് മീ ദാറ്റ് അതിന് ഒരു ഡിഫറൻസും വരാൻ പോകുന്നില്ല. ഐ എം ഗോൺ ടു ഡു എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് എനിക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ. എന്ന് എനിക്ക് ഒറ്റയ്ക്കുള്ള ഐ വോണ്ട് ടു ഡു വുമൻ സെൻട്രിക് ക്യാരക്ടേഴ്സ്, ഹോൾ ലോട്ട് ടു ഡു. പക്ഷേ കല്യാണശേഷം റിമയുടെ അഡ്രസ്സില്ല, റിമ എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് ഭാവി പരിപാടി? ഹൗസ് വൈഫ് or as an actress or as a director? റിമ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. Now you have to answer. It's a very very simple answer. ഞാൻ എവിടേക്കും പോയിട്ടില്ല. ആക്ച്വലി ആഷിഖിനെ അറിയുന്ന കാര്യമാണ്, 3 ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ 3 സിനിമകൾ ഉണ്ടായിരുന്നു എനിക്ക്. ഐ തിങ്ക് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം ബ്ലോക്ക് ചെയ്തിരുന്നതാണ് ഞാൻ. ബട്ട് പല കാരണവശാൽ അത് മാറിപ്പോയി. ഐ മീൻ അത് സിനിമയിൽ വളരെ സർവ്വസാധാരണമാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റ് കല്യാണം കഴിഞ്ഞ് ഈ സമയത്തായി പോയി അത്. അപ്പോൾ ഇപ്പം അമ്മ പറയാൻ കാരണം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ പറഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും എന്തൊക്കെ തരം പടങ്ങൾ ചെയ്യണോ, ഇതൊക്കെ ഇത്ര നോക്കാനുണ്ടോ, എന്തെങ്കിലും പടം ചെയ്താൽ പോലെന്നാണ് അവർ ചോദിക്കണത്. ഇത്ര വലിയ കാര്യമാണോ, വരണ പടമൊക്കെ അങ്ങ് ചെയ്യുക, അല്ലാണ്ട് ഇപ്പോൾ ഇതെന്താണ് എന്ന്. ഐ മീൻ അവർക്ക് അത്രയ്ക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഗ്രാഹ്യമുള്ളൂ. ഐ മീൻ അവരത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. ഇനിയെങ്കിലും ഐ തിങ്ക് ഇപ്പോൾ ഇൻ 5 years ഇൻ ടു മൈ പ്രൊഫഷൻ എനിക്ക് എൻ്റെ ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ പറ്റണം. നാളെ ഇറങ്ങി ഒരു ക്രൗഡിൽ നിൽക്കുമ്പോൾ ഞാൻ അവരോടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഫുൾഫിൽ ചെയ്തു. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു. 2 വശമുണ്ട്. ഞാൻ 2 വശം, അമ്മയുടെ പക്ഷം പറയണ്ടല്ലോ. അമ്മ എവിടെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, മോള് പടമൊക്കെ കഴിച്ചോ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ച്. അപ്പം ആ ഒരു വലിയ ഒരു ചോദ്യ ശരങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതാണ്. മാത്രമല്ല ഈ ഷോയിൽ നിന്ന് ചില ആൾക്കാരെ കൊണ്ട് പല വാഗ്ദാനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാരെ പകൽ വലിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ലാലിനൊക്കെ പോലെ ലാലിന്റെ പകൽ എത്രയോ പതിറ്റാണ്ടുള്ള പകൽ ഇവിടെ ഒന്ന് നിർത്തിയത്. അപ്പം സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുത്താനുള്ളൊരു ഷോയും കൂടിയാണ്. അപ്പം റിമിയോട് ചോദിക്കുന്നത്, ഒരു പക്ഷേ ഒരു നടിക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു കാലയളവ് വേണമെങ്കിൽ ഉണ്ടാകണമെന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പറഞ്ഞേക്കാൻ വേണ്ട ജനിച്ചു കഴിഞ്ഞാൽ അവിടം വരെ അഭിനയിക്കാം, ഇതൊക്കെ വേറെ ശരി. പക്ഷെ ഓരോ കാലഘട്ടത്തിലാണ് അവരെ കൊണ്ടൊരു ഉപയോഗം. ഒരുപാട് നല്ല ഓഫറുകൾക്ക് വേണ്ടി കാത്തുനിന്ന് നല്ല അവസരങ്ങൾ കൈമോശം വന്നു പോകുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ഒന്ന്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. രണ്ടാമത്, മലയാള സിനിമയിൽ ഒരു ട്രെൻഡുണ്ട്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സിനിമാ നടികൾ അഭിനയം നിർത്തുന്നു. ആഷിഖും അതുപോലൊരു മരണനായ ഭർത്താവാണ് അല്ല? ഇപ്പൊ ഇതിന്റെ വേറൊരു വശം ഞാൻ പറയാം. 3ാമത്തെ വശം പറയാം. കല്യാണം കഴിഞ്ഞ് എല്ലാവരും അഭിനയം നിർത്തി പോകുന്നു എന്ന് പറയുന്നു.
കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് റോൾസ്, വാട്ട് ആർ യു ഗിവിങ് അസ്, ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾ എന്താണ് തരുന്നതെന്നും കൂടി ഇല്ലേ? ഇവിടെ ചോദിക്കേണ്ട ചോദ്യം അതൊക്കെ. ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല സത്യം പറയുകയാണെങ്കിൽ. ഐ തിങ്ക് ആഷിക്ക് കുറേ കൂടിയൊക്കെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ഐ മീൻ അല്ലാതെ ഞാൻ പറയുകയാണ്, ഐ മീൻ ആസ് എൻ ഇൻഡസ്ട്രി ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ ഇവരെല്ലാവരും ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇവർക്കൊക്കെ എന്ത് റോൾസ് ആണ് ഉള്ളത്? ഐ മീൻ ഞങ്ങളിവിടെ വെറുതെ നിന്നാൽ മതിയോ കല്യാണം കഴിഞ്ഞിട്ട്? അല്ലല്ലോ, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടേ? അല്ല, കല്യാണം കഴിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് റോൾ നഷ്ടപ്പെടേണ്ട കാര്യം തോന്നുന്നു. ഇല്ല, നഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാതെയും അതായത് ഈ ഒരു റോൾസ് ഒന്നും ഇല്ല, ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പോഴാണ് പലരും ഇത് നിർത്താം. ഇപ്പം പറയുന്നതിൽ പകുതി കാര്യമുണ്ട്, പകുതി ഞാൻ പറയട്ടെ. പല ആൾക്കാരും കല്യാണത്തോടുകൂടി സിനിമാ അഭിനയം നിർത്തി എന്ന് പ്രഖ്യാപിക്കും. പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പ്രത്യേകിച്ച് സിനിമാ വ്യവസായത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് സിനിമയിൽ നിൽക്കുന്നത് ബുദ്ധിയല്ല, അത് കുടുംബത്തെ ബാധിക്കുന്നതാണ്, ഒരാൾ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറയുന്നവരും പറഞ്ഞവരുമുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരിക്കാം ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടാകുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഇവൻ ഇഫ് വി സ്റ്റേ ബാക്ക്, ഇപ്പം ഞാനിവിടെ ഉണ്ട്, ഞാൻ ഒരിക്കലും സിനിമ വിടണം എന്ന് ഒരു രീതിയിലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ഒരിക്കലും, ബിക്കോസ് എനിക്ക് സിനിമയോട് അത്രയ്ക്കധികം ഇഷ്ടമുണ്ട്. സ്വാഭാവികമായിട്ടും അത് ആഷിഖ് തന്നെ പറഞ്ഞല്ലോ. അതെ, സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ആഷിഖിന്റെ ആഗ്രഹം. വേറൊരു ചോദ്യം വന്നു, അത് ആഷിഖിന്റെ ഒരു പണി കൊടുക്കുക, സംവിധാനത്തിലേക്ക് പോകുന്നത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ആക്ച്വലി. ഇപ്പൊ ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തലത്തിൽ മാത്രം നിന്ന് അതിനെ കണ്ട് നമ്മുടെ ജോലി മാത്രം ചെയ്ത് നമ്മൾ പോകുന്നു. അത് നമ്മുടെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ടു എ ഹോൾ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഒരു ഡയറക്ടറിന്റെ ജോലി എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് അറിഞ്ഞിട്ടുള്ളത് ആഷിഖിന്റെ കൂടെ പല പടങ്ങളിലും എല്ലാ രീതിയിലും ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ആസ് എൻ ഞാൻ എപ്പോഴും ഐ എം ദെയർ ഓൾവേസ്. അത് 22FK തൊട്ടിട്ട് ഗാങ്സ്റ്ററിലുള്ള എല്ലാ പടങ്ങളിലും ത്രൂ ഔട്ട് ഞാനുണ്ട്, എല്ലാ പടങ്ങളിലും. അപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു ഐഡിയ വന്ന് കൺസീവ് ചെയ്യുന്നു, അതിനു വേണ്ടി ഇത്രയധികം ടാലൻറ്റ്സ് ഒത്തുകൂടുന്നു, ഇവരുടെ എല്ലാവരുടെയും എനർജി ഒത്തുകൂടി ഇത് ഫൈനലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് ഒരു എക്സിലറേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. 3-4 മാസം കൊണ്ട് തന്നെ റിസൾട്ട് വരുന്നു. അതെ, അല്ലേ? അതൊരു മറ്റൊക്കെ ആണെങ്കിൽ അത്ര എളുപ്പത്തിൽ റിസൾട്ട് വരുന്നില്ല. അതെ, അതൊക്കെയാണ് ഇതിന്റെ ത്രില്ലിന്റെ പ്രത്യേകത. ഭയങ്കര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം നന്നായിട്ട് എഴുതും, നന്നായിട്ട് എഴുതാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ എഴുതും നന്നായിട്ട്. മലയാളത്തിൽ ചിന്തിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ ഐ മീൻ ഞാൻ ഒറ്റ കൊല്ലം മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ. ഞാൻ അതിന്റെ ഒരു കുഴപ്പം എനിക്കുണ്ട്. ഒരു തോട്ട് പ്രോസസ്സ് മലയാളത്തിലാണ് നടക്കുന്നത്, തോട്ട് പ്രോസസ്സ് ഇംഗ്ലീഷിലാണ് നടക്കുന്നത്. ബട്ട് ഐ ക്യാൻ തിങ്ക് ഇൻ മലയാളം ഓൾസോ. അപ്പം നല്ലൊരു തിരക്കഥാകൃത്ത്, അതല്ലെങ്കിൽ നല്ലൊരു കഥാകൃത്ത്, നല്ലൊരു സംവിധായിക, ഇതൊക്കെ ഇവിടെ വരാൻ പോവാണല്ലേ? But I want to act. And you will act also. Yeah, I will act also. അമ്മയ്ക്കുള്ള മറുപടിയാണ്. Definitely, yes, yes. ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിന്റെ സുഖം. അമ്മ ഇത് കേട്ടോളൂ, ഏതൊക്കെയാലും മകള് ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ വരാൻ പോവുകയാണ്, അതൊരു വരവായിരിക്കും അല്ലേ ആഷിക്ക്? അത്രേ ഉള്ളൂ. അതായത് ഈ പ്രത്യേകിച്ച് റിമേനെ പോലുള്ള ആൾക്കാർക്ക് ഈ കുറച്ച് എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യുക, അവരുടെ കോൺട്രിബ്യൂഷനുള്ള തരം ക്യാരക്ടേഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവർ ഫ്രസ്ട്രേറ്റഡ് ആവും. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ അങ്ങനെ ക്ലാഷസ് നടക്കും, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒന്നും ചെയ്യാതെ വെറുതെ ഡമ്മി ആകുക എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ചെയ്യാം, നല്ലത് വരുമ്പോൾ ചെയ്യാന്നുള്ളത്, നല്ല വരുമ്പോൾ ചെയ്യാം. ഇനിയിപ്പോൾ ആഷിക്കിന് ചെറിയൊരു ഡോസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് നോക്കാം. ഇതൊന്നും ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ആക്കി എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പറിൽ ശ്വേതാ മേനോന്റെ ബാല്യകാലം അവതരിപ്പിക്കാൻ ഒരു അവസരം തന്നില്ലേ? അത് കഴിഞ്ഞ് എന്താ എന്നെ ഒരു സിനിമയിലും വിളിക്കായിരുന്നേ? എന്റെ അഭിനയം മോശമായിട്ടാണോ? കുടുംബാംഗങ്ങളെല്ലാം കേറി സിനിമാക്കാരായതിന്റെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും. അതെ, കുറച്ചധികം ആൾക്കാരായി ഇപ്പൊ തന്നെ എന്റെ ബന്ധുക്കൾ തന്നെ സിനിമയിൽ വരണം. ഉമ്മച്ചി ഒരു ആർഡന്റ് ഫിലിം ഗോറാണ്, ഭയങ്കര. ഉമ്മച്ചി മാത്രല്ല, ഫുൾ ഫാമിലി സിനിമ ഇഷ്ടമാണ് കേട്ടോ. അതെ, അവള് സോൾട്ട് ആൻഡ് പെപ്പറിൽ ശ്വേതയുടെ ചെറുപ്പകാലം ചെയ്ത് അവളാണ്. അപ്പോൾ ഇവൾക്ക് രസമുള്ളൊരു കുട്ടിയാണ്. അവള് കുറച്ചും കൂടെ ഒക്കെ വരട്ടെ, ചെറിയ കുട്ടിയാണ്. ഒപ്പനയ്ക്ക് കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് വന്ന് പറയും, ചേച്ചി മറന്നിട്ടില്ലല്ലോ, ഞങ്ങളിവിടെ ഉണ്ട്. ആ വാക്കൊന്നും കൂടി ഉറപ്പിക്കുകയാണ് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ അവള്. അതെ അതെ, ഒന്നും കൂടെ പറഞ്ഞു വെക്കാന്നുള്ളത്, മറന്നു പോകണ്ട. ആഷിക്ക് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്ററിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്.
ഒരു ഫിയേഴ്സ് മാർക്കറ്റിംഗ്. ഇപ്പം ധാ തടിയ എന്നുള്ളൊരു സിനിമ എനിക്ക് തോന്നുന്നു 100 കിലോയിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്തിരുന്നു. അങ്ങനെ എന്തോ ഉണ്ട് അല്ലേ? പിന്നെ വേറെ എന്തായിരുന്നു? വേറെ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിൽ വേറെ എന്തായിരുന്നു? സോൾട്ട് ആൻഡ് പെപ്പറിലൊന്നും ഉണ്ടായിരുന്നു. പല രൂപത്തിലും പല മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ട് അല്ലേ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓബ്വിയസ്ലി ഈ സാധനം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ 100 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അതർവൈസ് നമ്മളെല്ലാം ഇപ്പം ഞാൻ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടിച്ചു കയറുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അതല്ല. ശരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയും ഒരാളെ, ഞങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനീസുമായിട്ട് ടൈപ്പില്ല. നമ്മൾ പപ്പായ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്നെ സുഹൃത്തുക്കളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു കമ്പനിയുണ്ട്. അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഞങ്ങളുടെ പ്രൊഫൈലുകളിൽ ഇടുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലും ഫോഴ്സ് ചെയ്ത് ഒരാളെ ടാഗ് ചെയ്യുക പോലും, നോ ടാഗിങ് പോളിസിയാണ് നമ്മുടെ. ഒരാളെ ടാഗ് ചെയ്യാറില്ല. നമ്മളുടെ സിനിമകൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനികളില്ല, ഓൺലൈൻ മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് ഇല്ല. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു സാധനത്തിനെ ഫോഴ്സ്ഫുള്ളി മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു ആളുകളുമായിട്ട് ഇപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ എന്തുകൊണ്ട് സഹകരിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഒരാളെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ 100,000 കമ്പനികൾ അധികമുണ്ട്, അതിലധികം പുറത്തുണ്ട്. അവർക്കൊക്കെ വിരോധമാവും. അപ്പം അതുകൊണ്ട് ആരുടെയും അത് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. നവമാധ്യമങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു വേവിൽ ദീർഘകാലം സഞ്ചരിച്ച ആഷിക്ക് ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളിൽ അല്പം വിഷണ്ണനായിട്ട് അതിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു കവലയിൽ കിടന്ന് അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഫേസ്ബുക്ക് ഒരു വലിയ കവലയാണ്. അവിടെ പല രീതിയിലുള്ള ആൾക്കാർ വരും, പല രീതിയിലുള്ള അടിയും ബഹളങ്ങളും ഒച്ചപ്പാടുകളും നടക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും മാത്രം ശ്രദ്ധ കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്, തടിക്ക് നല്ലത്. എല്ലാം കൊണ്ടും പഴയ ഒരു എന്തൂസിയാസം ആഷിക്കിന് നഷ്ടപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത്. ഇല്ല എന്തൂസിയാസം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഫേസ്ബുക്ക് കണ്ടിട്ടല്ല നമ്മൾ സിനിമ സംവിധാന രംഗത്തേക്ക് വന്നത്. ഇതൊരു നമ്മളെ നിവർത്തികേട് കൊണ്ട് സംഭവിച്ചാണ്. അല്ലാതെ ഞാൻ ആദ്യമായിട്ട് സിനിമ മാർക്കറ്റ് ചെയ്യുന്ന ആൾ ഞാനല്ല. ഓക്കെ, ഒരാളിങ്ങനെ എനിക്ക് എഴുതുന്നൊരു മെസ്സേജാണ്, പുകഴ്ത്തിയപ്പോൾ കൂടെ നിന്ന ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ, അതായത് പുകഴ്ത്തിയപ്പോൾ അവരുടെ കൂടെ നിന്ന ആഷിക്ക് ഒന്ന് വിമർശിച്ചപ്പോൾ ആഷിക്ക് നിർദാക്ഷിണ്യം അവരെ കൈവിട്ടു. അതെങ്ങനെ കൈവിടും? നമ്മളിപ്പോഴും ഡിസ്കഷൻസ് മുഴുവൻ നടക്കുന്ന ഓൺലൈനിലല്ലേ. ഞാൻ അതായത് മറുപടി അർഹിക്കുന്നു എന്ന് തോന്നുന്ന പല കാര്യങ്ങളോടും ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. പിന്നെ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കവലയെ കിടന്നും വെറുതെ അടിവെക്കേണ്ട കാര്യമില്ല. കാരണം അതല്ല നമ്മുടെ ജോലി. ഓക്കെ, എനിക്ക് നമ്മുടെ പർപ്പസും അതല്ല, എൻ്റെ ജോലിയും അതല്ല. ഞാൻ ഈ ഓൺലൈനിൽ ഫേസ്ബുക്കിൽ കിടന്ന് അടി ഉണ്ടാക്കലല്ല എൻ്റെ ജോലി. എനിക്ക് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇയാളെ പോയി 4 തെറി വിളിച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്നെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഇയാളെ 4 തെറി വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഒരു 10 പേര് എന്നെ ശ്രദ്ധിക്കും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ പലരും എന്തോ അവൻ്റെ വീട്ടിൽ കയറി ഞാൻ അവനെ അടിച്ചതുപോലെ അത്ര തെറി വിളിക്കുന്ന ആളുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമുണ്ട്, ഇൻ എ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ്. അത് മിക്ക ആളുകളിലും കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അവൻ്റെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. അവൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അത് ആരെ കിട്ടുന്നു, അത് ഞാനെന്നല്ല, അത് എന്ത് കിട്ടിയാലും അവനത്. എന്തായാലും ഒരുപാട് തെറിവിളികൾ ഞാൻ കേൾക്കുന്നുള്ളതുകൊണ്ട് എനിക്കത് അല്ല, അത് ഇതിനകത്തുള്ളതാണ്. നമുക്ക് ശത്രുക്കളില്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റില്ല. എന്തായാലും ആഷിഖ്, റിമ ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ കരിയറിലെ, പ്രൊഫഷനിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടം ഇനി വരാനിരിക്കുന്നു എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് എന്താ പറയുക, നന്ദി. ഞാനും തിരിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അതായത് സാധാരണ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു മിനിമം മര്യാദയാണ് ഒരു റിസർച്ച് നടത്തുക, ഇയാളുടെ കാര്യങ്ങളെപ്പറ്റി പഠിക്കുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വളരെയധികം ഞാൻ ഇതുവരെ ഇൻ്റർവ്യൂസ് ചെയ്തതിലും വളരെ സംതൃപ്തി തരുന്ന ഒരു സാധനമായിട്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പിന്നെ വേറൊരു അവസരത്തിലേക്ക് മാറ്റിവെച്ചു എന്ന് കൂടി പറഞ്ഞുകൊണ്ട്. അല്ല, എനിക്ക് വളരെ ഭയങ്കര എന്താ പറയുന്നത്, അങ്ങനെ ഒരു ജോലി അപ്പുറത്തും കൂടെ നടക്കുമ്പോൾ അത് ഭയങ്കര രസമാണ്. എന്തായാലും പരിപൂർണമായ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. പിന്നെ കാത്തിരിക്കാം. കുറച്ചും കൂടി
കടുകട്ടി ചോദ്യങ്ങളുമായിട്ടുള്ള ഒരു പോരാട്ടം. ഇതൊരു ടീസർ മാത്രമാണ് നിങ്ങളുടെ ഭാഷയിൽ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ആഷിഖ്. താങ്ക് യു.